ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. അത് അല്ലേ നമ്മുടെ ചിങ്ങമാസ പുലരിയിൽ എല്ലാ അമ്പലങ്ങളിലും ഗംഭീര സദ്യയും പ്രോഗ്രാമും പരിപാടികളും ഒക്കെ ആയിരുന്നു. അങ്ങനെ കർക്കിടകം തീർന്നു. നമ്മുടെ ചിങ്ങം ഓണം മാസം തുടങ്ങുന്ന ചിങ്ങമാണ്. ചിങ്ങമാസം ഈ പ്രാവശ്യം ഓണം നമുക്ക് നേരത്തെ സെപ്റ്റംബർ 4-ാം തീയതിയാണെന്ന് തോന്നുന്നു. അപ്പം ഓണം എല്ലാം എടുത്തു. നമ്മുടെ മഴക്കാലമൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നല്ല മഴയുടെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ചിങ്ങമാസത്തിലാണ് ചിങ്ങത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങമാസത്തിലാണ് പൂക്കളെല്ലാം അല്ലേ, തുമ്പപ്പൂവ്, എല്ലാത്തരം പൂവുകളും നന്നായിട്ട് നമ്മുടെ ചെടികളെല്ലാം നമുക്ക് നല്ല പൂക്കളെല്ലാം തരുന്നത്. അതെല്ലാം നമ്മുടെ നല്ലൊരു ഓർമ്മകളാണ്. പണ്ടൊക്കെ ഓണം വരുമ്പോൾ എന്ത് രസമായിരുന്നു അല്ലേ, തൊടികളിലെല്ലാം നടന്ന് എന്തെല്ലാം തരം പൂക്കളാണ് പറിച്ചുകൊണ്ടൊന്ന് പൂവിട്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും കാശ് കൊടുത്താണ് പൂക്കൾ വാങ്ങുന്നത്. ബന്ദിപ്പൂവ്, വാടാമല്ലിപ്പൂവ്, നിസ്സാരമായ എല്ലാ പൂക്കളും തന്നെ കാശ് കൊടുത്ത് വാങ്ങുന്നു. പക്ഷേ അന്നൊക്കെ തൊടികളിൽ നമ്മൾ എന്താ പറയുക, വട്ടിയുണ്ട്, വട്ടിയായിട്ട് നടന്ന് തുമ്പപ്പൂവ്, കാക്കപ്പൂവ്, പൂച്ചപ്പൂവ്, അതുപോലെ തൊട്ടാവാടിയുടെ പൂവ്, പിന്നെ കോളാമ്പിപ്പൂവ്, കദളിപ്പൂവ്, അങ്ങനെ ഒരുപാട് പൂക്കൾ ശേഖരിക്കാനായിട്ട് കൂട്ടുകൂടി അങ്ങ് ദൂരെ പോകും. അപ്പോഴായിരിക്കും വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ വഴക്ക് കേൾക്കുന്നത് അല്ലേ. ആ ഒരു കാലഘട്ടമൊക്കെ എന്ത് രസമായിരുന്നു. തൊടികളിലെല്ലാം നടന്ന് പൂവെല്ലാം പറിച്ച് കൊണ്ടുവന്ന ഒരു മത്സരമാണ്. അതുപോലെ തന്നെ ഓണത്തിന് മുറ്റത്ത് വെള്ളം കെട്ടുകയാണെങ്കിൽ മണ്ണ് കൊണ്ട് പൊക്കി വട്ടത്തിൽ തട്ടം പോലെ ഇടും അല്ലേ. തട്ടം പോലെ ഇട്ടിട്ട് അതിൻ്റെ നടുക്കാണ് നമ്മൾ പൂ വയ്ക്കുന്നത്. നടുക്കായിട്ട് നമ്മൾ തുളസിയുടെ കതിര് വയ്ക്കും കിഴക്കോട്ട് ദർശനമായിട്ട്. അതിന് ശേഷം ആദ്യം തുമ്പപ്പൂ ഇടും, പിന്നെ ഓരോരോ പൂക്കൾ അങ്ങനെ ഇട്ടിട്ട് 6-ാം ദിവസം ആകുമ്പോഴായിരിക്കും പൂക്കളുടെ കാല് നീട്ടുക എന്ന് പറയും. അതിങ്ങനെ വരിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റും വീണ്ടും പൂക്കളിടുന്നത്. അപ്പം ഈ കൊല്ലം ഓണത്തിന് എല്ലാവരും പൂവൊക്കെ ഇടണം കേട്ടോ. ഓണപ്പൂക്കളം നമ്മളിടുന്നത് കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളും അത് അനുകരിക്കുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് അത് ഓണപ്പൂ ഇടുന്നത് എന്തിനാണെന്ന് പോലും അവർക്കറിയില്ല. മഹാബലിയെ എതിരേൽക്കാനാണ്. അതുപോലെ തന്നെ മുറ്റത്ത് കാറ്, വണ്ടി, വാഹനങ്ങളായിരിക്കും നിറയെ. പക്ഷേ പൂക്കളിടണം. പൂക്കളിടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് രാവിലെ കുളിച്ച് അത് ചെയ്യുമ്പോഴൊരു ഐശ്വര്യമാണ്. അതുപോലെ തന്നെ പൂവട ഉണ്ടാക്കണം, ഓണത്തപ്പൻ ഉണ്ടാക്കണം. ഓണത്തപ്പൻ അരകല്ല്, ആട്ടുകല്ല്, അതുപോലെ മുത്തിയമ്മ. ഓണത്തപ്പൻ 3 എണ്ണം വേണമെന്നാണ് പറയുന്നത്. അത് നിരത്തി വെച്ചിട്ട് അരിമാവ് കൊണ്ട് അണിയിച്ച് ഒരുക്കി തുമ്പപ്പൂക്കുടം അല്ലേ, തുമ്പക്കുടം എന്നാണ് പറയുന്നത്. തുമ്പക്കുടവും തുളസിപ്പൂവും ചെത്തിപ്പൂവും എല്ലാം കൂടെ കൊണ്ട് ഓണത്തപ്പനെ എതിരേറ്റ് രാവിലെ എണീറ്റ് ഓണത്തപ്പനെ എതിരേക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇന്ന് ഈ ചിങ്ങം 1 നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഞാൻ വയ്ക്കട്ടെ. ഓക്കെ ഗൈസ്, ബൈ.